എൻ്റെ അച്ഛനൊരു തയ്യൽക്കാരനായ ഗ്രാമീണ സ്വഭാവമുള്ള ആളായിരുന്നു. ഒരു തുണിക്കട കൂടി അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു എൻ്റെ അമ്മയുടെ ഓഹരിയും അച്ഛൻ്റെ ഓഹരിയൊക്കെ കിട്ടിക്കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ഒരു 6 ഏക്കറിലകം അധികം ഭൂമി ഉണ്ടായിരുന്നു. പിന്നെ ഈ തുണിക്കടയുണ്ടായിരുന്നു. നല്ല തയ്യൽക്കാരനായിരുന്നു. അത് കാരണം ജോലിക്ക് ഏതെങ്കിലും കുറവൊന്നും ഒരു തയ്യൽക്കാരന് സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തയ്ക്കാൻ അറിയാമെങ്കിൽ ഒരു വിഷമമില്ലാത്ത ജീവിതം നയിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ അത്തരം ഒരു ചുറ്റുപാടിലാണ് വളർന്നു വന്നത്. പിന്നെ ഈ ഗ്രാമീണ അന്തരീക്ഷമായതുകൊണ്ട് ആർഭാടകരമായ ഒരു ജീവിതം ആഗ്രഹിച്ചാലും പറ്റുകയില്ല. കാരണം ഞങ്ങൾക്ക് അവിടെ വലിയൊരു കമ്പോളമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സിനിമ കാണണമെങ്കിൽ തന്നെ ഒന്നുകിൽ കടയ്ക്കൽ പോകണം, ഇല്ലെങ്കിൽ കിളിമാനൂർ പോകണം. ഇത് രണ്ടും വീട്ടിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്ററിലധികം ദൂരമുള്ളതാണ്. യാത്രാ സൗകര്യം വാഹനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നടന്നേ പോകാൻ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ ടാക്സി വിളിച്ചേ പോകാൻ പറ്റൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആർഭാടകരമായ ജീവിതം എന്ന് പറയുന്നത് വർഷത്തിൽ വരുന്ന 2-ാം 3-ാം ഉത്സവത്തിന് പോകുക എന്നതാണ്. വീട്ടിൽ നിന്നും അങ്ങനെ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ വീട് ഞാൻ നേരത്തെ പറഞ്ഞു ഈ അടയവണവുമായി ബന്ധപ്പെട്ടാണ്. ഇവിടെ അമ്മയുടെ വീട്ടുകാർക്കുള്ള ഒരു പുരയിടമാണ് ഞങ്ങൾക്ക് താമസിക്കാൻ അമ്മയുടെ തന്നെ ഓഹരിയായി കിട്ടിയതാണ്. അപ്പോൾ സ്വാഭാവികമായി എനിക്ക് ഒരു ജ്യേഷ്ഠനും ഒരു അനുജനും പിന്നെ അനിയത്തിമാരായ 2 സഹോദരിമാരും, ഞങ്ങൾ 5 പേരാണുള്ളത്. അപ്പോൾ ആ ഒരു കുറച്ചൊരു ആഹ്ലാദകരമാണ്. ഞങ്ങളുടെ വീട്ടിൽ ചുറ്റുപാടും താമസിക്കുന്നവരെല്ലാം ഞങ്ങളെക്കാൾ വരുമാനം കുറഞ്ഞവരാണ്. അതിൽ തന്നെ ഈ ഒരു വലിയ പങ്ക് മനുഷ്യർ ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ്. അവർക്ക് ഭൂമി വളരെ കുറവാണ്. പക്ഷെ എല്ലാവരും അധ്വാനിക്കുന്നവരാണ്. അവരുടെ ഇടയിൽ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ അസമത്വത്തിൻ്റെയും അയിത്തത്തിൻ്റെയും വളരെ വലിയ ഒരു പ്രത്യേകത ഞാൻ ചുറ്റുപാടും കണ്ടിട്ടില്ല. എൻ്റെ കൂട്ടുകാരിൽ തന്നെ ഈ ദളിത് ആയിട്ടുള്ളവരും നായർ വിഭാഗത്തിൽപ്പെട്ടവരും ഈഴവ വിഭാഗത്തിൽപ്പെട്ടവരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുമായ ധാരാളം പേരുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ അവിടെ അങ്ങനെ ഒരു അനാചാരപരമായ അയിത്തബോധം നിലനിന്നു എന്നെനിക്ക് ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അങ്ങനെ പറയാൻ പറ്റുകയില്ല. ഇതിനോടെല്ലാം ഞാൻ ഈ ദളിത് വീടുകളിൽ പോയി, പ്രത്യേകിച്ച് അവിടെ ഉണ്ടാവുന്നത് ഈ കപ്പ ചീനിയെന്ന് അത് പുഴുങ്ങിയതും ചമ്മന്തിയും അവിടെ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീടുകളിലും ഈ നായർ കുടുംബങ്ങളിലും എല്ലാം, കാരണം ഇതെല്ലാം ഇങ്ങനെ ഇടകലർന്ന് കിടക്കുന്ന കുടുംബങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു മതേതരപൂർണമായതും ജനാധിപത്യപൂർണമായതുമായ ഒരു മാനവികത അവിടെ നിലനിന്നിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനു മുമ്പ് 1936 കാലം കഴിഞ്ഞതിന് ശേഷം നടന്ന ഈ കല്ലറ പാങ്ങോട് കടയ്ക്കൽ വിപ്ലവത്തിൽ ആദ്യ രക്തസാക്ഷിയായി ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു 200 മീറ്റർ അകലെയുള്ള ആളാണ്. ഈ പ്ലാങ്കീഴ് കൃഷ്ണപിള്ള എന്ന് പറയുന്നു. ഇപ്പം ഞാൻ MLA ആയിരിക്കുമ്പം ഈ 2017 ആ പ്ലാങ്കീഴ് കൃഷ്ണപിള്ള അദ്ദേഹം മരിക്കുമ്പോൾ, രക്തസാക്ഷിയാവുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അപ്പോൾ അവർ പ്രസവിച്ചു. അവർ പിന്നെ അവസാനം ഇവിടെ നിന്നൊക്കെ അങ്ങ് നാട് വിട്ടുപോയി. ഈ ഇടുക്കി ജില്ലയിൽ കുടിയേറ്റ കർഷകരായി പോയി അവിടെ താമസിച്ച് പിന്നെ അവർ കോതമംഗലത്ത്, ഇപ്പോൾ കോതമംഗലത്ത് അവർ മരിച്ചത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിന് അങ്ങേ വർഷമായിട്ടാണ്. അപ്പോൾ അവർക്ക് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പെൻഷനൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ അവർ സ്വാഭാവികമായി ഞാൻ MLA ആയപ്പോൾ ഞാൻ അവരുടെ വീട്ടിനടുത്തുള്ള ഒരാളാണ് എന്നുള്ളത് കൊണ്ട് അവർ തിരക്കി പിടിച്ച് എൻ്റെ അടുത്ത് വന്ന് ഞാൻ മുഖ്യമന്ത്രിയെ തന്നെ കണ്ട് അതിൻ്റെ പേപ്പറെല്ലാം ശരിയാക്കാൻ ഇത്തിരി പ്രയാസപ്പെട്ടു. കാരണം ഈ പാങ്ങോട് സമരത്തിലെ ഒരു രക്തസാക്ഷിയുടെ കുടുംബം ഞങ്ങളുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടതും എനിക്കറിയാവുന്നതാണ്.
അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അവരെ രേഖകളൊക്കെ കണ്ടെത്തി അങ്ങനെയാണ് ഇവർക്ക് പെൻഷൻ അനുവദിക്കുന്നത്. അത് ഇപ്പം 4 വർഷം മുമ്പാണ്, പിണറായി വിജയൻ്റെ കാലത്താണ് അത് അവതരിപ്പിക്കുന്നത്, അല്ലല്ല അത് അനുവദിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു പശ്ചാത്തലം അവിടെയുണ്ട്. അത് ഈ കടയ്ക്കൽ പാങ്ങോട് കല്ലറ വിപ്ലവം നടന്നത് തന്നെ ഒരു മനുഷ്യൻ്റെ ഒരു അന്തസ്സ് വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു ചന്തയിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിൻ്റെ പിന്നിലെങ്കിലും ഈ തെറ്റുകളെ എതിർക്കാനുള്ള ഒരു പൊതുബോധം എല്ലാ വിഭാഗം ജനങ്ങളിലും വളർന്നു വന്ന അതിൻ്റെ ഒരു ഗ്രാമീണ അന്തരീക്ഷം തീർച്ചയായിട്ടും പിന്നെ മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നി അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എൻ്റെ അമ്മ, ഞാൻ ഈ പറഞ്ഞ കുടുംബത്തിലെ ആളാണ്. അമ്മയ്ക്കും ഉള്ള ഒരു പ്രത്യേകത, ഒരുപാട് കഥകൾ അറിയാമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി കുട്ടികളോടെല്ലാം കഥകൾ പറയും. ഒരുപക്ഷെ അമ്മ നിന്നും ഏറ്റവും കൂടുതൽ കഥകൾ കേട്ടത് ഞാനായിരിക്കും. എനിക്ക് ഈ കേട്ട കഥകൾ വീണ്ടും ആരോടെങ്കിലും പറയാനുള്ള ഒരു ദാഹം ഉണ്ടായിരുന്നു. അപ്പം ഈ കുടുംബാന്തരീക്ഷത്തിൽ എൻ്റെ ചേട്ടൻ, അദ്ദേഹം ഈ വീടിൻ്റെ ഒരു സമ്മർദ്ദമൊക്കെ കൊണ്ട് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് ബോംബെയിൽ പോവുകയാണ്. ബോംബെയിൽ പോകാൻ കാര്യം, എൻ്റെ അമ്മയുടെ സഹോദരൻ ബോംബെയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി, അവിടെ ഒരു കമ്പനിയിലെ ജോലിക്കാരനായി. അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി. അദ്ദേഹം തിരിച്ചു വന്ന്, അദ്ദേഹം കല്യാണമൊക്കെ കഴിച്ച്, അദ്ദേഹത്തിൻ്റെ 2 മക്കളുണ്ട്. വർക്കലയാണ്. അദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. എൻ്റെ അനുജൻ, അദ്ദേഹം ഈ ചേട്ടൻ ഗൾഫിലായതുകൊണ്ട് തന്നെ ഗൾഫിൽ പോയി അവിടുത്തെ ജീവനക്കാരനായി. തിരിച്ചു വന്ന് കല്യാണമൊക്കെ കഴിച്ച്, അയാളും ഹാർട്ടിൻ്റെ ഒരു പ്രോബ്ലം വന്ന് മരിച്ചുപോയി. ഒരു സഹോദരിയും മരിച്ചുപോയി. ഇപ്പം ബാക്കിയുള്ളത് ഞാനും എൻ്റെ ഇളയ സഹോദരിയുമാണ്. എൻ്റെ ഇളയ സഹോദരി കുമ്പിൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയാണ്. പുള്ളിക്കാരത്തെയും ഒരു രാഷ്ട്രീയത്തിലൊക്കെ ഒരുപക്ഷെ നിർബന്ധിച്ചാണ് അവരെ പിടിച്ചിറക്കി. കഴിഞ്ഞ 15 വർഷമായി പഞ്ചായത്ത് മെമ്പറാണ്, ഇപ്പോൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ്. അമ്മയും അച്ഛനും മരിച്ചുപോയി. അപ്പം മറ്റ് അമ്മയുടെ അമ്മയും അമ്മയുടെ അച്ഛനും അച്ഛൻ്റെ അമ്മയും അവരെല്ലാം സ്വാഭാവികമായി വേർപെട്ട് പോയവരാണ്. അപ്പം ഇങ്ങനെ ഒരു അന്തരീക്ഷമാണ് കുടുംബപരമായിട്ട് എനിക്കുള്ളത്.